അനുഗ്രഹീതമായ ഒരാരാധന അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൻ്റെ അല്ലലുകളിലും അലച്ചിലുകളുടെയും ഒക്കെ നടുവിൽ, സങ്കടങ്ങളിലും നിരാശയിലും വേദനയിലും കഴിയുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏതെങ്കിലും നൊമ്പരത്തെ പ്രതി ഉള്ളുനീറി കഴിയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെ ഉള്ളുനീറിയൊരു ജീവിതാനുഭവത്തിൽ വെന്തുരു കണ്ടൊരു ജീവിതമല്ല നമ്മുടേത്. തമ്പുരാൻ നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത് നിരാശയുടെ പടുകുഴിയിൽ തളർന്നും തകർന്നും ജീവിക്കാനല്ല. ഏതൊരു ജീവിതാനുഭവങ്ങളുടെയും നടുവിൽ പ്രത്യാശയോടെ, സന്തോഷത്തോടെ നമ്മുടെ തമ്പുരാനെ മുറുകെ പിടിച്ച് ജീവിക്കാനാണ്. ഈ തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ ലോകത്ത് യേശുക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തിയായി ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ജീവിതത്തിൻ്റെ എത്ര തകർന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തപ്പെട്ടാലും, മരണകരമാംവിധം അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും അവനെ കാർന്നു നിന്നാലും, ഞാൻ യേശുവിനെ അറിയുന്നവനും ക്രിസ്തു ഉള്ളിലുള്ളവനുമാണ് എങ്കിൽ ഏത് നോവിൻ്റെ പടുകുഴിയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ തിരിച്ചറിവോടെ നമുക്കിന്ന് നമ്മുടെ തമ്പുരാനെ ഹൃദയം കൊണ്ടൊന്ന് ആരാധിക്കാം. അവൻ നമുക്കായി ഒരുക്കിയിട്ടുള്ള മനോഹരമായ ക്രിസ്തീയ ജീവിതം എനിക്ക് ലഭിച്ചിട്ടുള്ളതിലെ ഏറ്റവും വലിയ സൗഭാഗ്യാവസ്ഥയാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇതൊരു അനുഗ്രഹീത ജീവിതമാണ്, ഇതൊരു സൗഭാഗ്യ ജീവിതമാണ്. എൻ്റെ നൊമ്പരങ്ങളെല്ലാം നന്മയായി പരിണമിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്കുള്ളു തുറന്ന് നമ്മുടെ നാഥനെ ആരാധിക്കാം. ക്രിസ്തീയ ജീവിതം പോലെ ഈ ഭൂമിയിൽ ഭാഗ്യമായി മറ്റെന്തുള്ളൂ? ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ തമ്പുരാനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ജീവിതം പോൽ ഭാഗ്യം ആരിലെന്തുള്ളൂ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്തുള്ളൂ? പരിഹാസം ചൊല്ലി ശത്രു തീർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു തീർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ജീവിതം പോൽ
ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിലും തീരുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിലും തീരുന്ന യേശു പോരായോ. ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്നുള്ളൂ. വലിയ ഭാഗ്യമുള്ള ഈ ജീവിതത്തിലേക്കാണ് അവൻ നമ്മെ ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവം നമ്മെ ക്ഷണിച്ചിട്ടുള്ളത് ഇത്ര വലിയ ഭാഗ്യാവസ്ഥയിലേക്കാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നാം നമ്മുടെ ഉള്ളിൽ നിന്ന് മറന്നു പോകുന്നു. ജീവിതത്തിൻ്റെ അനുദിന നൊമ്പരങ്ങളുടെ നടുവിൽ പോലും നാം വീണ്ടും വീണ്ടും തളർന്നു പോകുന്നു. എത്രയേറെ ജീവിതാനുഭവങ്ങൾ ദൈവം നടത്തിയതിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നാം തളർന്നു പോകുന്നു. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാർ കർത്താവിനോട് കൂടെ നടന്നവരും യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ തങ്ങളുടെ കണ്ണാലെ കണ്ടവരുമാണ്. എങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ നിമിഷങ്ങളിൽ അവർ തകർന്നു പോയി. ഒരിക്കൽ കർത്താവിൻ്റെ മുന്നിൽ 5000-ഓളം ജനം കർത്താവിൻ്റെ വചനം കേട്ട് വിശന്ന് തളർന്നിരുന്നപ്പോൾ യേശു വെറും 5 അപ്പത്തെ 5000-ആയി പോഷിപ്പിച്ചത് തൊട്ടടുത്ത് നിന്ന് കണ്ടവരും വർദ്ധിപ്പിച്ച അപ്പത്തെ വിളമ്പിയവരുമാണ് ശിഷ്യന്മാർ. എന്നാൽ പിന്നീട് മറ്റൊരു വേദിയിൽ ജനത്തിന് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ വീണ്ടും ആകുലപ്പെടുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു. വീണ്ടും അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറയുന്നു. കർത്താവേ, ഈ ജനത്തിന് ഭക്ഷിക്കാനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത്, ഞാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയോ? അനേകവട്ടം നിങ്ങളെ താൻ കരുതിയത് നിങ്ങൾ മറന്നുപോയോ? അതേ പ്രിയരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതയാണ്. നമ്മെ കരുതുന്ന, നമ്മെ പുലർത്തുന്ന തമ്പുരാനെ അവൻ നമ്മെ 100 വട്ടം കരുതിയിട്ടുണ്ടെങ്കിലും ആ അനുഭവങ്ങളെല്ലാം നാം മറന്നു പോകുന്നു. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുന്നു.
ആ കരുതുന്ന ദൈവത്തെ ആരാധിപ്പാൻ ഭാരപ്പെടണ്ട, നൊമ്പരപ്പെടണ്ട. ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അനേക നൊമ്പരങ്ങളുടെ നടുവിൽ നിന്നും നിങ്ങളെ പിടിച്ചു കയറ്റിയ നിങ്ങളുടെ തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് ആരാധിക്കാം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. അവൻ എന്നെ കരുതും, അവൻ എന്നെ പുലർത്തും. എൻ്റെ ദുഃഖത്തിൻ്റെ നാളുകളിൽ എന്നെ കൈവിടാതെ തൻ്റെ ചിറകിൻ്റെ നിഴലിൽ അവൻ എന്നെ മറയ്ക്കും. ആമേൻ. ചേർന്ന് പാടി ആരാധിക്കാം. സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ഈ ജീവിതയാത്രയെ നമുക്ക് നേരിടാം. ഒന്നിനെ ഓർത്ത് നാം നിരാശപ്പെടേണ്ടതില്ല. ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മെ നടത്തിയ നമ്മുടെ ദൈവം ഇനിയും നമ്മെ നടത്തുമെന്ന ബോധ്യത്തോടുകൂടെ നമുക്കവനെ ആരാധിക്കാം. നൊമ്പരങ്ങളോ കഷ്ടതകളോ വേദനകളോ രോഗമോ പീഡയോ എന്തും വന്നോട്ടെ, ഒരു സത്യം നാം തിരിച്ചറിയണം. ദൈവം ഇതിലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ ഒന്നും ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി നാം ഏതറ്റം വരെ പോയാലും അത് പരിഹാരമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാം നമ്മുടേതായ വഴികൾ ആലോചിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നാം നമ്മുടേതായ രീതികൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. പക്ഷേ അവയൊക്കെയും പരാജയപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ നിന്നും കരകയറാൻ വിവിധങ്ങളായ ജീവിത വഴികൾ പരിശ്രമിച്ചിട്ട് തളർന്നു പോയൊരു വ്യക്തിയാണോ നിങ്ങൾ? പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്.
എൻ്റെ കർത്താവ് എന്നെ നയിക്കും. എൻ്റെതായ വഴികൾ പരിഹാരമല്ല, ക്രിസ്തു എനിക്കായി ഒരുക്കുന്ന വഴികളാണ് പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെതായ വഴികൾ മാറ്റിവെച്ച് തമ്പുരാൻ എന്നെ നയിക്കുന്ന വഴികളിൽ ഞാൻ സമ്പൂർണമായി എന്നെ തന്നെ സമർപ്പിച്ചാൽ പിന്നെ ഒരനർത്ഥവും എന്നെ ഭവിക്കുകയില്ല, പിന്നെ ഒരു ബാധയും എന്നെ തൊടുകയില്ല. പിന്നെ നമ്മുടെ ജീവിതപാതകളിൽ നമ്മെ നയിക്കുന്നത് നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ കരുത്തോ ഒന്നുമല്ല. പിന്നെ നമ്മുടെ ജീവിതപാതകളിൽ നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരുടെ കരങ്ങളിലാണ്. ഇത്ര വലിയൊരു വാഗ്ദാനം ലഭിച്ചിട്ടുള്ളവൻ ആരുണ്ട്? ദൈവം തന്റെ സ്വർഗീയ ദൂതന്മാരാൽ കരുതിക്കൊള്ളാമെന്ന വലിയ വാഗ്ദാനം ലഭിച്ചവൻ ആരുണ്ട്? ദൈവം ഇതിലെ ഇന്ന് നീ നിരാശയുടെ പടുകുഴിയിൽ ഇരിക്കുകയാണെങ്കിൽ തിരിച്ചറിയണം, ദൈവത്തിന്റെ ദൂതന്മാരുടെ കരുതലിന് അർഹതയുള്ള വ്യക്തിയാണ് നീ. ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണത്തിന് അർഹതയുള്ള വ്യക്തിയാണ് നീ. നിരാശപ്പെടേണ്ട ആളല്ല, തളർന്നു പോകേണ്ട ആളല്ല. അവൻ തന്റെ ദൂതന്മാരാൽ നമ്മെ കരുതും, നമ്മെ നിയന്ത്രിക്കും. ഒരനർത്ഥവും നമ്മെ ഭരിക്കാതെ വണ്ണം നാഥൻ തൻ്റെ മാറിൽ നമ്മെ ചേർത്ത് നമ്മെ നടത്തും. വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ നമുക്ക് ഏറ്റുപാടാം. അനർത്ഥങ്ങളൊന്നും എന്നെ ഭരിക്കുകയില്ല, ബാധകളൊന്നും എന്നെ തൊടുകയില്ല. എൻ്റെ ജീവിതപാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ കരങ്ങളിൽ എന്നെ താങ്ങും. ആമേൻ. വിശ്വാസത്തോടെ പാടാം. ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും, അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും, ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോ. വിശ്വാസത്തോടെ പാടാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോ. പ്രത്യാശയോടെ ഒരിക്കൽ കൂടി ഏറ്റുപാടാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ജീവിതത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ അനുഭവമാണ് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നാം. നാം ആകെ ഒരു ഇരുണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒരു തിരുനാളത്തിൻ്റെ പ്രകാശം പോലും എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കാണുന്നില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകാം. വെളിച്ചത്തിന് വേണ്ടിയോ അല്ലാതെ നാം പരതുന്നുണ്ടാകാം. തിരിച്ചറിയൂ പ്രിയരെ, സാത്താൻ
നമ്മുടെ ഹൃദയങ്ങളെ നിരാശയിലേക്ക് നയിച്ചിട്ട് അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മെ എത്തിക്കുമെന്ന സത്യം നാം തിരിച്ചറിയണം. എന്നാൽ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ജീവിത വഴികളിൽ കിടന്ന് നട്ടം തിരിയേണ്ടവനല്ല യേശുവിനെ അറിയുന്നൊരു വ്യക്തി. ജീവിതത്തിൻ്റെ ഏത് വേദനകളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ, ഏത് അന്ധകാരത്തിൻ്റെ കുഴിയുടെ നടുവിൽ നിന്നും പ്രകാശത്തിലേക്ക് കുതിച്ചുയരേണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. ഇരുട്ടിന് നമ്മെ തകർക്കാനാവില്ല. വെളിച്ചത്തിൻ്റെ തിരുനാളമില്ലാത്തൊരു ജീവിതമല്ല സ്വർഗം നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ ആ വെളിച്ചം നാം തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ ഞാൻ തിരിച്ചറിയണം. എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു യേശുവുണ്ട്. അവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. ഏത് അന്ധകാരത്തിൻ്റെ നടുവിലും എന്നെ അവൻ വഴി നടത്തും. ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി വഴി നടത്തിയവനാണ് അവൻ. മരുഭൂമിയുടെ നടുവിൽ ഒരു അഗ്നിത്തൂണോ, ഇത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ കനാനിലേക്കുള്ള പാലായനത്തിന്റെ നടുവിൽ, മരുഭൂമിയുടെ അന്ധകാരത്തിന്റെ നടുവിൽ തപ്പിത്തടയുന്ന ഇസ്രായേലിന്റെ മുൻപിൽ അഗ്നിയുടെ ഒരു തൂണ് തന്നെ നാട്ടിയവൻ. ദൈവവേദലേ, നിന്റെ ജീവിതത്തിന്റെ മരുഭൂപ്രയാണത്തിന്റെ നടുവിൽ നിനക്ക് ഉത്തമമായ വെളിച്ചം കാട്ടാതിരിക്കുമോ? ദൈവത്തിന്റെ ആത്മാവ് ആ വെളിച്ചത്തിലേക്ക് നിന്നെ നയിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. രാത്രിയിലെ ഭയത്തിൽ നിന്ന് പകൽ പറക്കുന്ന അസ്ത്രത്തിലേക്ക് അതെ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. അന്ധകാരത്തിന്റെ പേടിപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ നിന്ന് പ്രകാശത്തിന്റെ ധൈര്യവും കരുത്തുമുള്ള ജീവിതാനുഭവത്തിലേക്ക് അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. തളരണ്ട, തകരണ്ട. ഇന്ന് തമ്പുരാനെ ആരാധിക്കാനിരിക്കുന്ന ദൈവവേദലേ, നിന്റെ ഹൃദയം അന്ധകാരത്തിന്റെ പടുകുഴിയിൽ നീറുകയാണെങ്കിൽ നീ തളരണ്ട. ഇപ്പോൾ നീ ആയിരിക്കുന്നിടത്തു നിന്റെ കർത്താവിനെ നീ ഉള്ളിൽ വഹിക്കുക. വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ നീ ധ്യാനിക്കുക. ഈ നിമിഷം വെളിച്ചത്തിന്റെ പ്രകാശമായി അവൻ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. നിശ്ചയം ധൈര്യത്തോടെ, തിരിച്ചറിവോടെ നമുക്ക് ആരാധിക്കാം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഞാൻ ഭയക്കില്ല. ആമേൻ. ആശ്രയിപ്പാൻ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ചേർന്ന് പാടാം. ആശ്രയിപ്പാൻ എനിക്കുണ്ട്.
എനിക്കെന്നും ആമേൻ. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഒരിക്കൽ കൂടെ എല്ലാവരും ഏറ്റുപാടാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആമേൻ. പ്രത്യാശയോടെ സജീവമായി നമ്മൾ ഇനി കർത്താവിനെ പിൻപറ്റും. ഇനി അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ പട്ടുകിടക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ മാറുകയില്ല. ഉറച്ച തീരുമാനം ഹൃദയത്തിലെടുത്തുകൊണ്ട് സത്യത്തിലും ആത്മാവിലും നമ്മുടെ തമ്പുരാനെ നമുക്ക് ആരാധിക്കാം. എല്ലാ തിന്മകളിൽ നിന്നും കെട്ടുകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാം മറന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. അവൻ എത്ര നല്ലവനാണ് എന്ന് നമുക്ക് രുചിച്ചറിയാം. നമുക്ക് തൻ്റെ കൃപകൾ സമൃദ്ധമായി നൽകിക്കൊണ്ട് അവൻ നമ്മെ അനുദിനം വഴി നടത്താൻ ഒരുങ്ങുന്നു. വിശ്വാസത്തോടെ ജീവനോടെ ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ തമ്പുരാനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആമേൻ. വരുവിൻ യേശുവിനരികെ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികെ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികെ. വരുവിൻ യേശുവിനരികെ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ. ധരയിൽ നടന്ന ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം.